പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അതിനായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ തിരുവചനത്തിലൂടെ യേശുനാഥൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു, ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യമാണ്. വലിയൊരു അനുഗ്രഹത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ ഒരു ഭാഗവും കൂടിയാണ്. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് അസമാധാനത്തിൽ കഴിയുന്ന, സമാധാനമില്ലാതെ കഴിയുന്ന ഓരോ മക്കളുടെയും ജീവിതത്തിലേക്ക് സമാധാനം നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. ഇന്ന് കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ടുവെങ്കിൽ, ഓരോ വ്യക്തിയുടെയും വ്യക്തി ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടുവെങ്കിൽ, യേശുവുമായിട്ടുള്ള ബന്ധം എവിടെയൊക്കെയോ മുറിഞ്ഞു പോയിട്ടുണ്ട്. ഇന്ന് പലപ്പോഴും ധ്യാന കേന്ദ്രങ്ങളിലേക്കും തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കും മനുഷ്യർ സമാധാനം നഷ്ടപ്പെട്ടാണ് ഓടുന്നത്. ഒരുപക്ഷെ സാമ്പത്തികമായ കടഭാരം മൂലം കടം നൽകിയ വ്യക്തിക്ക് പണം കൊടുക്കുവാനില്ലാത്തതിൻ്റെ പേരിൽ എങ്ങനെ ഈ പണം ഉണ്ടാക്കും? സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥ. വേറെ ചിലർക്ക് ജോലിയില്ലാത്തതിൻ്റെ പേരിലുണ്ടാകുന്ന അവസ്ഥ, സമാധാനമില്ലായ്മ. മറ്റു ചിലർക്ക് കുടുംബത്തിലുണ്ടാകുന്ന പരസ്പരം ഭിന്നിപ്പുകളും കലഹങ്ങളും മുഖാന്തരം ഉണ്ടാകുന്ന അസമാധാനം. വേറെ ചിലർക്ക് ഭവനമില്ലാത്തതിൻ്റെ പേരിൽ, മറ്റു ചിലർക്ക് ജോലിയില്ലാത്തതിൻ്റെ പേരിൽ, ചിലർ രോഗാവസ്ഥയിൽ കഴിയുന്നതിൻ്റെ പേരിൽ, പലതരത്തിലുള്ള മാരകമായ രോഗങ്ങൾക്കും അടിമപ്പെട്ടതിൻ്റെ പേരിൽ, ഇങ്ങനെ പല മേഖലകളിലും സമാധാനം നഷ്ടപ്പെട്ട മനുഷ്യരാണ് ഇന്ന് ഓരോരോ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കും വചനപ്രഘോഷണ കേന്ദ്രങ്ങളിലേക്കും അല്പം സമാധാനത്തിന് വേണ്ടിയിട്ട് ഓടുന്നത്. ഒരുപക്ഷെ അവരവിടെ ചെല്ലുമ്പോൾ ആ കർത്താവിൻ്റെ തിരുവചനം കേൾക്കുകയും ജീവിതത്തെ ഒന്ന് പരിശോധിക്കുകയും ജീവിതത്തിൽ മാറ്റേണ്ടത് മാറ്റി ദൈവത്തോട് ചേരുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും സമാധാനം ലഭിക്കും. കടം മാറ്റുവാൻ വേണ്ടി പോകുന്ന വ്യക്തിക്ക്, അല്ലെങ്കിൽ വീടില്ലാതെ വിഷമിച്ച് പോകുന്ന വ്യക്തിക്ക് വീട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് പോകണ്ട. കാരണം ആ വീടൊരു വ്യക്തിക്ക് കിട്ടണമെങ്കിൽ ദൈവവുമായിട്ട് നല്ലൊരു ബന്ധത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിനൊരു വ്യക്തിക്ക് വീട് കൊടുക്കുന്നതിൽ യാതൊരു വിഷമവുമില്ല. സമാധാനം നഷ്ടപ്പെട്ട ഓരോ വ്യക്തികൾക്കും സമാധാനം കൊടുക്കുവാനും കർത്താവിന് യാതൊരു വിഷമവുമില്ല. ഈ സമാധാനം ലഭിക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോഴാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സമാധാനം ലഭിക്കുന്നത്. വചനം കേൾക്കുക, സ്വീകരിക്കുക, അതോടൊപ്പം തന്നെ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ വേണ്ടി പരിശ്രമിക്കുക. ഇത് പ്രാവർത്തികമാക്കുവാൻ വേണ്ടി പരിശ്രമിക്കുമ്പോഴാണ്, പ്രിയ സഹോദരങ്ങളെ, ദൈവം തന്നെയാകുന്ന ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയുള്ളൂ. അതായത് ശിഷ്യന്മാരുടെ കയ്യിലേക്ക് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത് പോലെ പാക്ക് ചെയ്ത് വെച്ച സാധനമല്ല, ഇതാ ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും സാധനം പായ്ക്ക് ചെയ്ത് വെച്ചതല്ല കർത്താവ് കൊടുത്തത്. കർത്താവ് സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനദാതാവായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പം ദൈവത്തിൻ്റെ ആത്മാവിലൂടെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് സമാധാനം കവിഞ്ഞൊഴുകുന്നത്. അപ്പോൾ സാമ്പത്തികമായ തകർച്ചയുള്ള വ്യക്തി ആയിക്കോട്ടെ, ആ തകർച്ചയുടെ പേരിൽ സമാധാനം നഷ്ടപ്പെട്ട വ്യക്തി ആയിക്കോട്ടെ, ആ വ്യക്തി ധ്യാന കേന്ദ്രങ്ങളിലോ പ്രാർത്ഥനാ കേന്ദ്രങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഈ പ്രശ്നത്തെയും പ്രതിസന്ധിയെയും അതിജീവിച്ച് മുമ്പോട്ട് പോകണമെങ്കിൽ, ആ സമാധാനം ഞാൻ സ്വന്തമാക്കണമെങ്കിൽ എൻ്റെ പ്രാർത്ഥന
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് ഞാൻ നിറയപ്പെടുവാൻ വേണ്ടിയിട്ടായിരിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് ഒരു വ്യക്തി നിറയപ്പെടുന്നുവെങ്കിൽ ഏത് തരത്തിലുള്ള മാരകമായ രോഗമായിക്കോട്ടെ, ആ രോഗത്തെ ആ വ്യക്തിയുടെ കാൽച്ചുവട്ടിലാക്കിക്കൊണ്ട് സമാധാനത്തോടുകൂടെ മുമ്പോട്ട് പോകുവാൻ സാധിക്കും. എത്ര ലക്ഷങ്ങളുടെ കടബാധ്യതയുണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ജോലിയില്ലാത്ത സാഹചര്യമായിക്കോട്ടെ, ആ കർത്താവിൻ്റെ ആത്മാവിനാൽ ഒരു വ്യക്തി നിറയപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് സമാധാനത്തോടുകൂടെ മുമ്പോട്ട് പോകുവാൻ സാധിക്കും. വിശുദ്ധന്മാരുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ, രക്തസാക്ഷികളുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ, അവരെയൊക്കെ അതിഭയങ്കരമായ മേഖലയിൽ പീഡനം ഏൽപ്പിച്ച നിമിഷങ്ങളിൽ പോലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരിൽ നിറഞ്ഞു നിന്നതിൻ്റെ പേരിൽ ആ വ്യക്തികൾക്കൊക്കെ സമാധാനത്തോടുകൂടെ ഈ ലോകത്തിൽ നിന്ന് ദൈവകരങ്ങളിലേക്ക് തൻ്റെ ആത്മാവിനെ കൊടുക്കുവാൻ സാധിച്ചു എന്നതും വലിയൊരു സത്യമാണ്. അത് നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇതാണ് ഈശോ പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. കണ്ടോ, എൻ്റെ സമാധാനം, യേശുവിൻ്റെ സമാധാനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദൈവകരങ്ങളിൽ നിന്ന് ഞാൻ സ്വീകരിക്കുക. അതോടൊപ്പം തന്നെ പറയണം, ലോകം തരുന്നത് പോലെയുള്ളതല്ല സമാധാനം. പിന്നെയോ, ഞാൻ നൽകുന്ന സമാധാനം അത് നിത്യമാണ്. കർത്താവ് നമുക്ക് തരുന്ന സമാധാനം അത് നിത്യമായ സമാധാനമാണ്. ആയതിനാൽ പ്രിയ സഹോദരങ്ങളെ, കർത്താവിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ് സമാധാനത്തിൽ ജീവിക്കുവാൻ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അവിടുന്ന് ഞങ്ങളോട് അരുളി ചെയ്തുവല്ലോ, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു, ലോകം നൽകുന്നത് പോലെയല്ല എന്ന്. കർത്താവെ, ലോകം നൽകുന്ന സമാധാനം അല്പസമയം കഴിയുമ്പോൾ അത് അസമാധാനമായി മാറ്റപ്പെടും. എന്നാൽ അവിടുന്ന് തരുന്ന സമാധാനം നിത്യമാണല്ലോ. അങ്ങയുടെ നിത്യമായ സമാധാനം തന്നെയാകുന്ന പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.